നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിഷയം തന്നെയാണ് ഇന്നും ക്ലാസ്സിൽ പറയുന്നത്. മറ്റൊന്നുമല്ല, SSCയുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് പുതുതായി പറയുവാനുള്ളത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി വിശദമായി പറയുകയാണ്. എന്നൊക്കെ, ഏതൊക്കെ, എപ്പോഴൊക്കെ എന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് പറയുന്നത്. അതിൽ പ്രധാനമായും ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് പരീക്ഷയുടെ ഡേറ്റുകൾ. പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ദിവസങ്ങളായി. ഇനിയും അപേക്ഷിക്കാൻ മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി അപേക്ഷിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കാത്തിരിക്കാതെ ഇന്ന് തന്നെ അപേക്ഷിക്കുക. അതാണ് പ്രധാനമായും ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഓർത്തിരിക്കുക, ഡേറ്റുകളെ സംബന്ധിച്ചാണ്. ലാസ്റ്റ് ഡേറ്റ്, അതായത് നമുക്ക് അപേക്ഷിക്കുവാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്? 7-ാം തീയതിയാണ്. 7-ാം തീയതി രാത്രി 12 മണി വരെ മാത്രമേ നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ വൺ ടൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് SSC CHSL എന്ന് കാണും. അതിൽ കയറുക, ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ സിഗ്നേച്ചറും ഫോട്ടോയും, ലൈവ് ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് സിസ്റ്റം വഴിയാണെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ വഴിയാണ് ചെയ്യുന്നത്. ഇനി അതിന് ക്യാമറയ്ക്ക് ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ SSC തന്നെ നിങ്ങൾക്കൊരു ലിങ്ക് തരും. അത് ഇതിൻ്റെ QR കോഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് SSCയുടെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം മുതൽ SSC അവരുടെ ലൈവ് ഫോട്ടോയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് വരെയുള്ള രീതി വേറെ ആയിരുന്നു. ഈ വർഷം മുതൽ നമ്മൾ ലൈവ് ഫോട്ടോയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ശേഷം നിങ്ങളുടെ സിഗ്നേച്ചറും കൊടുത്ത് ഡിക്ലറേഷനും കൊടുത്ത് ഫീ പേയ്മെൻറ്റും കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സ് കഴിഞ്ഞു. അത് ഓർത്തിരിക്കുക. ഇനിയും അടുത്തൊരു ഡേറ്റാണ് പേയ്മെൻറ്റ്, ഫീസ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു ഡേറ്റ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി ആരെങ്കിലും ഓൺലൈൻ വഴിയോ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വഴിയോ ഒന്നും നിങ്ങൾ ഫീസ് അടയ്ക്കാതെ കാത്തു വെച്ചേക്കുകയാണ്. അതായത് ഡിജിറ്റൽ ചെല്ലാൻ, അതായത് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെല്ലാൻ ജനറേറ്റ് ചെയ്ത് വരും. അത് ഏതെങ്കിലും ബാങ്കിൽ, കൺസേൺഡ് ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കേണ്ടുന്ന ഒരു ഇൻവോയ്സ് ആയിരിക്കും. അത് ജനറേറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തിരിക്കുക, അത് അടയ്ക്കുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 8-ാം തീയതിയാണ്. ഇനിയും അങ്ങനെ ചെല്ലാൻ ജനറേറ്റ് ചെയ്തവർക്കും ഡിജിറ്റൽ പേയ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് പേ ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും ചെയ്യാൻ പറ്റുന്നത് 8-ാം തീയതി മെയ് രാത്രി വരെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഇനിയും വളരെ പ്രധാനപ്പെട്ടൊരു ഫാക്റ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതായത് അപേക്ഷിച്ച് കഴിഞ്ഞവർക്കാണ്. ഇനി അപേക്ഷിച്ചു പോയി, നിങ്ങൾക്ക് അയ്യോ ഞാൻ ചെയ്തു പോയതിൽ ഒരു തെറ്റ് പറ്റിപ്പോയി, എൻ്റെ പേര് മാറിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ഇനിഷ്യൽ മാറിപ്പോയി, ഇനി നിങ്ങളുടെ ഫോട്ടോ ഇട്ടതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നു ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള ഓപ്ഷൻ കൂടി SSC നൽകിയിട്ടുണ്ട്. അത് 10-11 ദിവസങ്ങളാണ്. ഈ മെയ് മാസം 10-ാം തീയതിയും 11-ാം തീയതിയും, 10-ാം തീയതി തുടങ്ങി 11-ാം തീയതി രാത്രി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡേറ്റ നിങ്ങൾക്ക് എൻട്രി ചെയ്ത് കൊടുത്ത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ കറക്ഷൻ ഓപ്ഷനിൽ പോയി നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള അവസരം കൂടി SSC നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ ഡേറ്റുകൾ ഓർത്തിരിക്കുക. അതായത് ഫസ്റ്റ് ഡേറ്റ് ഏതാണ്? 7-ാം തീയതി ഡേറ്റാണ്. അന്നാണ് അപേക്ഷിക്കുവാനുള്ള അവസാനത്തെ ഡേറ്റ്. ഓർത്തിരിക്കണം, അപേക്ഷിക്കുവാനുള്ള അവസാനത്തെ ഡേറ്റ്. അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി പേയ്മെൻറ്റ് ചെയ്യാനുള്ള സമയം നമുക്കുണ്ട്. അവസാനം വരെ ഇരിക്കരുത്. സൈറ്റ് ബഗ്ഗാണ്. പല ദിവസങ്ങളിലും സൈറ്റിൽ അപേക്ഷ അടയ്ക്കാൻ സാധിക്കുന്നില്ല. ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ എന്ത് പറ്റുന്നു? ഇത് പോസിബിൾ അല്ലാതെ പോകുന്നു. സിഗ്നേച്ചർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴോ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ ഇത് പ്രശ്നങ്ങൾ പലപ്പോഴും കാണിക്കുന്നു. അതുകൊണ്ട് അവസാന ഡേറ്റിന് വരെ നിൽക്കാതിരിക്കുക. നിങ്ങൾ സഡനായിട്ട് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനിയും രണ്ടാമത്തെ ഡേറ്റ് ഓർത്തിരിക്കുക, പേയ്മെൻറ്റ് ചെയ്യുവാനുള്ളതാണ്. അത് 8-ാം തീയതിയാണ്. മെയ് മാസം 8-ാം തീയതിയാണ്. അന്ന് രാത്രി 12 മണിക്ക് മുമ്പ് എന്ത് ചെയ്യണം? ഏതെങ്കിലും വിധേന നിങ്ങൾ കൺസേൺഡ് ഫീസ് അടയ്ക്കുക. സ്ത്രീകൾക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് മുതലായവർക്കും ഫീസ് അളവുണ്ട്. അതുകൊണ്ട് ഫീസ് അടയ്ക്കാനുള്ളവർ മസ്റ്റായിട്ടും ഫീസ് അടയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ എന്തായിട്ട് മാറും? റിജക്ഷനായിട്ട് മാറും. ഇനി ഒന്നുകൂടി പറയുകയാണ്, ഫോട്ടോയിൽ ക്യാപ്പ് വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള സ്പെക്സ്, കണ്ണാട പോലുള്ള വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും? നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ആവും, പക്ഷേ നിങ്ങൾക്ക് എന്ത് വരില്ല? ഹാൾ ടിക്കറ്റ് വരില്ല. അങ്ങനെ ഒരു വലിയ അപകടം SSC കാണിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ഉറപ്പുവരുത്തുക. ഇനിയും മറ്റൊരു ഡേറ്റാണ് ആപ്ലിക്കേഷൻ്റെ
കറക്ഷൻ ഡേറ്റ്. അതുകൂടി മസ്റ്റായിട്ടും നിങ്ങൾ ഓർത്തിരിക്കണം. 10-ാം തീയതിയും 11-ാം തീയതിയും 2 ദിവസങ്ങളുണ്ട്. ഈ 2 ദിവസങ്ങളിൽ കയറി ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, മനുഷ്യനാണ്, സ്വതസിദ്ധമായ രീതിയിൽ നമുക്ക് തെറ്റുകൾ പറ്റാം. അങ്ങനെയുള്ള തെറ്റുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് വിലയിരുത്തണം. അതിന് നിങ്ങൾ ആ പ്രിൻ്റ് ഔട്ട്, നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു പ്രിൻ്റ് ലേ ഔട്ട് ഉണ്ട്, അതെടുത്ത് ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്താൽ മതി. നമുക്കറിയാം എപ്പോഴെങ്കിലും ചില ഡേറ്റുകളൊക്കെ മാറിപ്പോകും. ഇപ്പം ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു ഡേറ്റ് മാറിയാൽ, നടുക്കത്തെ ഒരു ഡേറ്റ് മാറിയാൽ എന്ത് പറ്റും? നിങ്ങളുടെ മാസം മാറിപ്പോവും. അവസാനത്തെ വർഷത്തിൽ ഒരു ഡിജിറ്റ് മാറിക്കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ മാറിപ്പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ വരാറുണ്ട്. ആ തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? റീചെക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി ജോലി കിട്ടുമ്പോൾ ഇത് പിന്നീട് ഫർദർ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇത്രയുമാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇനിയും എക്സാമിനെ സംബന്ധിച്ച കാര്യമാണ്. ഇനി എക്സാം എന്ന് പറയുന്നത് പൊതുവേ SSC പറഞ്ഞിരിക്കുന്നത് 12-ാം തീയതി, ജൂലൈ 12-ാം തീയതി എക്സാം തുടങ്ങുമെന്നാണ്. എന്ത് തന്നെയായാലും നമുക്ക് എന്ത് ചെയ്യാം? ജൂലൈയിൽ എക്സാം പ്രതീക്ഷിക്കാം. അപ്ലൈ ചെയ്ത് എല്ലാവർക്കും ഏതാണ്ട് ജൂലൈ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഓഗസ്റ്റിൻ്റെ ആദ്യത്തെ ആഴ്ച കൊണ്ട് തന്നെ എന്തുണ്ടാവും? പരീക്ഷ ഉണ്ടാകും എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. മസ്റ്റാണ്. അതായത് ഈ മറ്റ് പരീക്ഷകളുടെ കൂട്ടല്ല, ആദ്യമായിട്ട് SSC എഴുതാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. കൃത്യമായിട്ട് കലണ്ടറുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഇനിയും ഈ ഇലക്ഷൻ നടക്കുന്നുണ്ട്, ജനറൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഡേറ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നുകൂടാഴികയില്ല. ഇത് ഒരു നിലവിലെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞതാണ്. ജൂലൈ മിഡോട് കൂടി, അതായത് ജൂലൈ 12 മുതലുള്ള സമയങ്ങളിൽ നടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ഡേറ്റ് മുമ്പോട്ട് നീളാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യണ്ട? മുമ്പോട്ട് നീണ്ടുപോകുമെന്ന് കരുതി ഉഴപ്പണ്ട. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ജൂലൈ 12 തന്നെ, അല്ലെങ്കിൽ ജൂലൈ മാസം തന്നെ സെറ്റ് ചെയ്ത് പോവുക. മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും കൂടി പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടും എന്നുള്ളത് മാത്രം എടുത്ത് മുമ്പോട്ട് പോകുക. ഇത്രയും കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനിയും നിങ്ങൾ, അതായത് പരീക്ഷയുടെ ഡേറ്റ് കൂടി നമ്മൾ അറിഞ്ഞതുകൊണ്ട് തന്നെ ടയർ 1 ആണ് നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്ത് വേണം? കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. ഇനിയുള്ള പഠനത്തിൽ എന്ത് വേണം? ബാലൻസ്ഡ് ആയിരിക്കണം പഠനം. അപ്പോൾ ബാലൻസ്ഡ് ആയി പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട മേഖലകൾ, 4 മേഖലകളും ബാലൻസ്ഡ് ആയിട്ട് പഠിക്കണം. അതിൽ ഇംഗ്ലീഷ്, ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഒപ്പം തന്നെ ജനറൽ അവയർനെസ്സും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ സിലബസും ഡീറ്റെയിൽ ക്ലാസ്സുകളും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെർട്ടുകൾ അതാത് കാര്യങ്ങളിൽ എങ്ങനെ പഠിക്കണം, ഏത് പഠിക്കണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. GS-ലും ബാക്കിയുള്ള ടോപ്പിക്കിലും. ഒപ്പം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നമ്മൾ തന്നിട്ടായിരിക്കും ഡിസ്കസ് ചെയ്തു പോകുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി പ്ലാനിൽ മസ്റ്റായിട്ട് എന്തുണ്ടാകുക? ഒരു ബാലൻസ്ഡ് സ്റ്റഡി പാറ്റേൺ ഉണ്ടാകുക. അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ പറയുന്ന പോലെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ബാലൻസ്ഡ് സ്റ്റഡി പാറ്റേൺ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എവിടെയാണ്? ഈ 3 മേഖലയിലാണ്. മനസ്സിലായല്ലോ? ഈ 3 മേഖലയിലാണ്. ജനറൽ അവയർനെസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുകളെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. അതായത് ജനറൽ അവയർനെസ്സിനെ വിട്ടുകളയണം എന്നല്ല. ജനറൽ അവയർനെസ് ഒരു വലിയൊരു ഓഷ്യനാണ്, ഒരു കടലാണ്. അവിടുന്ന് എല്ലാം പഠിച്ചിട്ട് നമുക്ക് പോയി പഠിക്കാൻ പറ്റില്ല. അവിടെ കുറച്ച് സ്മാർട്ട് വർക്ക് വേണം. അതിന് ഞങ്ങൾ നിങ്ങളെ കൂടി സഹായിക്കുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതുമായിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഒപ്പം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇവയിലൊക്കെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. SSC നടത്തിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ചാനലിലും ലിങ്കുകൾ അതിൻ്റെ താഴെയായിട്ട് വരും ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ധാരാളം ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് എടുത്ത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എത്ര നന്നായിട്ട് പഠിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെങ്കിലും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇനിയുള്ള സമയങ്ങളിൽ ഈ ഒരു വേഗത നിങ്ങളെ പരീക്ഷയ്ക്ക് സഹായിക്കും. അതായത് SSCക്ക് വരുന്ന ഏതാണ്ട് നല്ലൊരു ശതമാനം ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പക്ഷേ എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പൊതുവേ കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ട്. അതിനെ മറികടക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ചിട്ടയായിട്ടുള്ള ഒരു റിപ്പീറ്റഡ് വാല്യൂ ഉണ്ടാണ്. അതായത് റിവിഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റലിജൻസ് ലെവലാണ്. എത്രത്തോളം ചെയ്യുന്നുണ്ടോ അത്രത്തോളം അതിൻ്റെ വേഗത കൂടും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്പീഡ് കൊണ്ട്, ജനറൽ ഇൻ്റലിജൻസിൻ്റെ സ്പീഡ് മാക്സിമം ആക്യുറേറ്റ് ആക്കിക്കൊണ്ട് മാക്സിൽ കൂടിയത് എന്ത് ചെയ്യുക? കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു
ഒരു കടമ്പയാണ്. നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ വില്ലൻ സബ്ജക്റ്റും എക്സാമും അല്ല, ടൈമാണ്. അതായത് പരീക്ഷയിലേക്കുള്ള ടൈം കുറവാണ്, പരീക്ഷയ്ക്ക് കിട്ടുന്ന സമയവും കുറവാണ്. ഈ സമയത്തെ നിങ്ങൾ കീഴ്പ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഒരു ജോലി കിട്ടുന്നു. ഓക്കെ, അപ്പം എന്താണ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.